ശരി, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കണ്ണൂർ താലൂക്ക് ഓഫീസിന് മുന്നിലെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. സനീഷ് എന്ന് പറയുന്ന പോലീസുകാരനാണ് അവിടെ ഞങ്ങളുടെ യുവമോർച്ചയുടെ ഉൾപ്പെടെ പ്രവർത്തകരെ കയറ്റി ലാസ്റ്റ് കൊണ്ട് ആശുപത്രിയായിരുന്നു. സമരം അവസാനിപ്പിച്ചതല്ല, ബലപ്രയോഗത്തിലൂടെ അകത്ത് കയറ്റിയിട്ട് പോലീസുകാരെ ലാത്തി വെച്ച് കുത്തി അടിച്ചു, പ്രവർത്തകരെ അടിച്ചു. പോലീസ് വാനിലിട്ട് പ്രവർത്തകരെ അടിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ അടുത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വാനിൽ കയറ്റി അടിച്ചു, പോലീസുകാരടിച്ചു. ഞങ്ങൾ കണ്ടതാണ്. സലീഷന്റെ പേരുള്ള പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ BJP നേതാക്കളുടെ ആരോപണം. പ്രവർത്തകരെല്ലാം പ്രതിഷേധത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പോലീസുകാർ മനഃപൂർവ്വം മർദ്ദിച്ചു എന്നൊരാരോപണവുമായി BJP നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ണൂർ താലൂക്ക് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചാണ് വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് കലാശിച്ചത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷവും അവിടെ വാക്കേറ്റം തുടരുകയാണ്. പോലീസ് മർദ്ദിച്ചു എന്നാണ് ആരോപണം. പിന്തിരിയാതെ പ്രവർത്തകർ ഇപ്പോഴും അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു വിഭാഗം പ്രവർത്തകരെയാണ് അല്പം മുൻപ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അർജുൻ മട്ടന്നൂർ തുടരുന്നുണ്ട്. അർജുൻ, വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലോ. പോലീസുമായി ഇപ്പോഴും വാക്കേറ്റം തുടരുന്നത് കാണാം. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ACP രാജ്കുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു തർക്കമുണ്ടായത്. വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷം ഈ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു, പോലീസ് ആക്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്യപ്പെടാത്ത മറ്റ് പ്രവർത്തകരൊക്കെ തന്നെ ബസ്സിന് ചുറ്റും കൂടുകയും അതിനുശേഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രതിഷേധക്കാരെ വാഹനത്തിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു, തല്ലി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ വാഹനം തടയാനും ഇത്തരത്തിൽ പ്രതിഷേധിക്കാനും തീരുമാനിച്ചത്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി അല്പനേരം വാക്കേറ്റവും ഉണ്ടായി. അതിനുശേഷം കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിലും അവരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ മറ്റുള്ള പ്രവർത്തകർ പോലീസുമായി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വാക്കേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അണിനയിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ഈ പ്രവർത്തകരെ പോലീസ് സാധാരണ രീതിയിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ഈ വലിയ പോലീസ് വാഹനത്തിൽ കയറ്റിയ ശേഷം ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ വെച്ച് ആക്രമിച്ചു, മർദ്ദിച്ചു തുടങ്ങിയ പരാതികളും ആരോപണങ്ങളുമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിന്റെ പേരിലാണ് ഈ സമരത്തിന് ശേഷം ഇത്തരത്തിലൊരു വാക്കേറ്റവും അതോടൊപ്പം തന്നെ ഒരു കയ്യാങ്കളിയും ഉണ്ടായത്. എന്തായാലും പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അണിനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടേതായി നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് എറണാകുളത്തും കൊച്ചിയിലും പ്രതിഷേധമുണ്ടായത്. റോഡ് ഉപരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ട് വാഹനത്തിൽ കയറിയിട്ട് ആ ലാത്തി കൊണ്ട് കുത്തിയ ആ പോലീസുകാര് ഞങ്ങള് ആരൊക്കെയാണ് എന്നുള്ളത് പേരുൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. സലീഷ് എന്നുള്ള ഒരു പോലീസുകാരൻ
പോലീസുകാരനുൾപ്പെടെയുള്ള ആളുകൾ ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ ഇതിന്റെ ഇരട്ടി ശക്തിയോടുകൂടി ഈ സൂചനാ സമരത്തിന് ശേഷവും ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. പോലീസിന്റെ മർദ്ദനമേറ്റ ദിനേശ് ദിനേശ് അതുപോലെ വൈശാഖ് അടക്കമുള്ള പ്രവർത്തകർക്ക് വൈദ്യസഹായം പോലും പോലീസ് നൽകുന്നില്ല. അടിയന്തരമായിട്ട് അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് ചെന്ന് അവരെ കണ്ട് അവർക്ക് വേണ്ട വൈദ്യസഹായ പരിപാടികൾ ചെയ്യാൻ പോവുകയാണ്. ഈ സമരം ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചനാ സമരത്തിൽ ഇത്രയൊന്നും വെറി പോകേണ്ട ആവശ്യം കേരളത്തിലെ പോലീസുകാർക്കില്ല. വളരെ സമാധാനപരമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പോലീസ് പെൺകുട്ടികളോട് ഞങ്ങളുടെ പ്രവർത്തകരോട് ശരി, ഗുരുതര ആരോപണങ്ങളാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷവും പ്രവർത്തകരെ മർദ്ദിച്ചു, വൈദ്യസഹായം നൽകിയില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട BJPയുടെ പ്രതിഷേധം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയത്തിനകം തന്നെ BJPയുടെ മാർച്ച് നടത്തുന്നു.